അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പകൽ മുഹൂർത്തത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു ചെറിയ 3 അമലുകളെക്കുറിച്ച് പറയാം. അമലുകൾ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ പ്രതിഫലമോ വമ്പൻ പ്രതിഫലമാണ്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ന് പരിശുദ്ധമായ ജുമാ നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കാതെ, അതായത് മറ്റുള്ള സംസാരങ്ങളിലേക്ക് കടക്കാതെ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞാൽ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതേപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, അതേപോലെ തന്നെ സൂറത്തുൻ നാസ്, ഈ 3 കുഞ്ഞു സൂറത്തുകളും 7 വട്ടം വീതം ഓരോന്നും ഒരാൾ പാരായണം ചെയ്താൽ തീർച്ചയായും അആനഹുല്ലാഹു ബിഹാ മിനസ്സൂഇ ഇലൽ ജുമുഅത്തിൽ ഉഖറ, അടുത്ത ജുമുഅ വരെ, അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ചത്തേക്ക് അയാൾക്ക് ഒരു ശർറും ബാധിക്കില്ല. പെട്ടെന്നുള്ള രോഗങ്ങളോ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. സന്തോഷം, റാഹത്ത് അള്ളാഹു കൊടുക്കും. അള്ളാഹിൻ്റെ കാവൽ, സെക്യൂരിറ്റിയാണ് ഈ പരിശുദ്ധമായ സൂറത്തുകൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാ നിസ്കാരമല്ല, ളുഹർ നിസ്കാരമാണ്. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ കുഞ്ഞു സൂറത്തുകൾ 7 വട്ടം വീതം ഓരോന്നും ഓതാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അൽഹംദുലില്ലാ, രണ്ടാമത്തെ അമൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനന്മാരായ സ്വഹാബത്ത്, പ്രത്യേകിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുന്ന തസ്ബീഹ്. എല്ലാവർക്കും അറിയാലോ, ആർക്കറിയാത്തത്? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുന്ന മനോഹരമായ തസ്ബീഹ് 100 വട്ടം ഒരാൾ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ, എന്താ കിട്ടാൻ പോകുന്നതെന്നറിയോ? കിട്ടാൻ പോകുന്നത്, ആ പാരായണം ചെയ്യുന്ന, ചൊല്ലുന്ന ആരും ആയിക്കോട്ടെ, അവർക്ക് എത്ര തെറ്റുണ്ടായിക്കോട്ടെ, 1,00,000 പാപങ്ങൾ അല്ലാഹു ആ ദിക്ർ ചൊല്ലലോടെ, തസ്ബീഹോടെ പൊറുക്കപ്പെടും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. പൂരിശയാക്കപ്പെട്ട അമലാണ്, നമുക്കെല്ലാം ഉപയോഗപ്പെടുത്താം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട്, സഹോദരന്മാർക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഏതൊക്കെ അമല് പറയുന്നോ, സഹോദരിമാർക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അത് പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകും, അല്ലാഹുവേ ഈ പരിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണല്ലോ, ഇപ്പം എന്താ ചെയ്യുക? പോലീസ് പറയും, ഒരു കുറവുണ്ടാവില്ല. ഇന്ന് ളുഹറിൻ്റെ ആ ഒരു സമയത്ത് 100 വട്ടം നിങ്ങളും ഈ പരിശുദ്ധമായ തസ്ബീഹ് സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അന്ന് പാരായണം ചെയ്താൽ 1,00,000 പാപം ഓതുന്നവർ മനുഷ്യൻ്റെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുമാത്രമല്ല, അള്ളാഹുവിന് കൊടുത്തു മതിയായില്ല, 24,000 പാപങ്ങൾ ആ ഓതുന്നവരുടെ പേരൻസുകൾക്ക്, മാതാപിതാക്കൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുമെന്നാണ്. ആലോചിച്ച് നോക്കി, വെള്ളിയാഴ്ചയിൽ ആൺമക്കളുടെ, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പിന്നെ സഹോദരന്മാരുടെ വരവ് പ്രതീക്ഷിച്ച് കബറിൽ കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതിനും വലിയ സമ്മാനം വേറെ ഉണ്ടോ? 24,000 തെറ്റുപൊറുക്കാൻ ഇത് കാരണമാകും. സഹോദരിമാർക്ക് വീട്ടിൽ നിന്ന് ഓതുമ്പോൾ നമ്മുടെ മരിച്ചുപോയവർക്ക് വലിയ സമ്മാനമാണ്. നമുക്കും 1,00,000 സമ്മാനം അള്ളാഹു നൽകുന്നതാണ്. ആ പുണ്യ അമൽ ഓർമ്മ വേണം. ഇനി മൂന്നാമത്തെ ഒരു അമൽ എന്ന് പറയുന്നത് സഅത്തുൽ ഇജാബ. വെള്ളിയാഴ്ചയുടെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ വെറൈറ്റി, എന്ത് ചോദിച്ചാലും ഇജാബത്ത് കിട്ടുമെന്ന് പറയുന്ന സഅത്തുൽ ഇജാബ. ആ പ്രത്യേകമായൊരു നേരം, ഒരുപാട് നേരങ്ങൾ ഹദീസുകളിൽ, കിതാബുകളിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഇന്ന സമയമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഏറ്റവും പെർഫെക്റ്റായി, അല്ലെങ്കിൽ മഹാന്മാർ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നേരം ബഅദൽ അസ്ർ. അങ്ങനെ തന്നെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചയിൽ അസ്ർ കഴിഞ്ഞാൽ വലിയ ഇജാബത്താണ്. നമ്മൾ സാധാരണ ജുമാക്ക് മുമ്പ്, ജുമാ കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഇജാബത്താണ്, ആ നേരത്തൊക്കെ ദ്വാരക്കും. പക്ഷെ വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞാൽ എല്ലാവരും ഒരു നെവർ മൈൻഡിലേക്ക് വരും. ഒരു ദ്വായിൻ്റെയോ പ്രത്യേകമായ ഇബാദത്തിൻ്റെയോ ശ്രദ്ധയില്ലാത്തൊരു നേരം, ആ നേരത്താണ് വലിയ ഇജാബത്ത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടുള്ള നേരം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് പോലും അസ്ർ മഗ്രിബിൻ്റെ ഇടയിലുള്ള വെള്ളിയാഴ്ചയുള്ള നേരമുണ്ടല്ലോ, ആ നേരം പൊന്നായ നേരമാണ്. ആ നേരത്താണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു പടയ്ക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മഗ്രിബിലേക്ക് ചേരാൻ പോകുന്ന ഒരു നേരമുണ്ടല്ലോ, അസ്ർ തീരാൻ പോകുന്ന നേരം, ഭയങ്കരമായ പുണ്യമാക്കപ്പെട്ട നേരമാണ്. ആ നേരത്തൊന്ന് കൈ ഉയർത്തിയാൽ അള്ളാഹു ആ കൈ തള്ളിക്കളയൂല, അള്ളാഹു ഒന്നും തരാതെ പോകില്ല. ഏറ്റവും പുണ്യമാക്കപ്പെട്ട നേരമാണ്. ആ നേരത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ പ്രിയപ്പെട്ട നമ്മുടെ ചാനലിൽ
നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വെള്ളിയാഴ്ച ഇന്ന് നിസ്കാരത്തിന് പറ്റുന്ന, അതായത് പീരീഡ്സിൻ്റെ സമയമല്ലാത്ത മുഴുവൻ ആൾക്കും നിസ്കാരം നിർബന്ധമാണല്ലോ, അവരോട് ഏറ്റവും വലിയ സന്ദേശം പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഇന്നത്തെ ളുഹർ നിസ്കാരം സമയം പിന്തിപ്പിക്കാൻ പാടില്ല. പലർക്കും അങ്ങനെയുണ്ട്, പള്ളിയിൽ ജുമാ കഴിയണം, പള്ളിയിൽ ഖുത്തുബ കഴിയണം, പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് ആണുങ്ങൾ വന്നാലേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത്തരം പ്രിയപ്പെട്ടവരെ, ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ വിവരമില്ലായ്മയിൽ നിന്ന് വരുന്ന അത്തരം അനാചാരങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല. ളുഹർ അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം. നേരത്തെ നമ്മൾ ഉളു എടുത്ത് റെഡിയായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിക്കുക, പരിശുദ്ധമായ ളുഹർ നിസ്കാരം നടത്തുക. അതാണ് ഏറ്റവും പുണ്യം. ആ നേരം സഹോദരിമാർ അശ്രദ്ധമായി അറിയില്ലാത്തത് കൊണ്ട് ആ സമയത്തിൻ്റെ പുണ്യം ഒഴിവാക്കരുത്. അതും പ്രത്യേകിച്ച് ഓർമ്മ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരം വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ലൈഫിൻ്റെ ഒരു ഭാഗമാകണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ കൃത്യമായി ഈ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം, പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് മസ്റ്റാണ്, കണ്ടാൽ കമൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, ലൈക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് പോകാൻ കാരണമാകും. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് ഇന്നലത്തെ മജ്‌ലിസിലും ഇന്നുള്ള ക്ലാസ്സിലും ഇനി വരാൻ പോകുന്ന ക്ലാസ്സും എല്ലാം താല്പര്യത്തോടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരുടെ കമൻറ്റിലെ ദുആ കാണുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ, കമൻറ്റ് ചെയ്യുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ, ദുആ ചെയ്യുന്നവർ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും മരിച്ചവർക്ക് ജന്നത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംഗമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.